തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ ചേർത്തല സ്വദേശി പ്രകാശ് വർമ്മയ്ക്ക് നാടിൻ്റെ ആദരം. ചേർത്തല ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ ശാലയുടെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. അനശ്വര കവി വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി ഒരുക്കിയത്. ചേർത്തല ശാലയുടെ ആഭിമുഖ്യത്തിൽ തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ പ്രകാശ് വർമ്മയ്ക്ക് സ്വീകരണവും അനശ്വര ഗാനങ്ങൾക്കും കവിതകൾക്കും ജന്മം നൽകിയ മലയാളികളുടെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയുടെ 50ാമത് ചരമവാർഷികവും അനുസ്മരണവും നടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചേർത്തല മനോരമ കവലയ്ക്ക് സമീപമുള്ള ശ്രീ ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച നടന്ന സ്വീകരണവും അനുസ്മരണവും ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സൗന്ദര്യത്തിന്റെ വർണ്ണനകളെ മൃണാളിനി എന്നുള്ള ഒരു വിളിയിലൂടെ, ഒറ്റ വിളിയിലൂടെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെയും അതിൻ്റെ ഭംഗിയെയും ഒക്കെ കുറിച്ച് എന്ത് മനോഹാരിതയോടെ വയലാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ മിക്കവാറും. ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും നമ്മുടെ അത്തരം സന്ദർഭങ്ങളിൽ സത്യത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഏറ്റവും വലിയ പാട്ടുകളിലൊന്ന്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ഞാൻ അതിനെ കുറ്റപ്പെടുന്നില്ല. പക്ഷേ വയലാറിൻ്റെ പാട്ടുകളിൽ ഒരു പാട്ടെടുത്താൽ ആരും ഏതെങ്കിലും ഒരു പദം മാറ്റി നിർത്തേണ്ടതുണ്ടോ? വരികളിൽ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വരികൾ, ഇത്രയേറെ വരികളാണ് നമുക്ക് വേണ്ടി വയലാർ എഴുതി തീർത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശാല പ്രസിഡന്റ് CV തോമസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടനും പരസ്യ സംവിധായകനുമായ പ്രകാശ് വർമ്മയ്ക്ക് ആദരവ് നടത്തി. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ, വയലാർ ശരത്ചന്ദ്രവർമ്മ, J സൂര്യ, ശ്രീകല സുഖാദിയ, ശാല രക്ഷാധികാരി ചേർത്തല ജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വയലാർ കവിതകളുടെയും ഗാനങ്ങളുടെയും ആലാപനവും നടന്നു. D ശശി വയലാർ കാവ്യാഞ്ജലി അവതരിപ്പിച്ചു. ശാല സെക്രട്ടറി ഷഹീൻ കൊച്ചുബാവ സ്വാഗതവും ശാല ഖജാൻജി വിനീത റാണി GS നന്ദിയും രേഖപ്പെടുത്തി.